അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ മാൾട്ടയിൽ വന്ന് ഇപ്പോൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റേജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ബില്ല് വന്നപ്പോൾ 35 യൂറോ ആയിരുന്നു ബില്ല് വന്നാണ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 3000 രൂപ അടുത്തായി. അത് ഭയങ്കര എക്സ്പെൻസീവാണ് ശരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നപ്പോൾ ഞാൻ തന്നെ ഉള്ളൂ. കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഫുൾ ടൈം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. ഫൈനലി ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പോൾ ആക്ച്വലി നാട്ടിൽ നിന്ന് നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഇപ്പോൾ നിലവിൽ ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ബ്രോ നമ്മൾ വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് സിം ചെയ്തെടുക്കണം, ലൈക്ക് വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട കുറച്ച് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനി വരുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് നോക്കാം. മാൾട്ടയിൽ വൺസ് നിങ്ങളെല്ലാവരും അറിവായി കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് തുടങ്ങി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കയ്യിൽ വയ്ക്കണം. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ലൈക്ക് എനിക്ക് തോന്നിയ കാര്യമില്ല. പക്ഷേ ലൈക്ക് എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ ലൈക്ക് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺസ് നിങ്ങൾ മാൾട്ടയിൽ ലൈക്ക് ലാൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നാട്ടിൽ നിന്ന് വരുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കോളേജ് ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം നിങ്ങൾ ഫോട്ടോസെറ്റ് എടുത്ത് മാക്സിമം കയ്യിൽ വയ്ക്കുക. അതെന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇമിഗ്രേഷനിൽ എന്തായാലും നമ്മളെ പിടിച്ചിരുത്തും. അതുപോലെ നമ്മൾ ഏത് കോളേജിലാണ് പഠിക്കണേ, അതുപോലെ നമ്മുടെ ഓഫർ ലെറ്റർ, ഫൈനൽ അക്സെപ്റ്റൻസ് ലെറ്ററൊക്കെ മാക്സിമം നിങ്ങൾ കയ്യിൽ പ്രിൻ്റ് എടുത്ത് തന്നെ വയ്ക്കുക. അത് അവരെന്തായാലും ചോദിക്കും. നിങ്ങളുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യണതിൻ്റെ കൂടെ നിങ്ങൾ ഇവിടെ ഒരു ലീഗലായിട്ട് പഠിക്കാൻ വന്ന ആളാണെന്ന് എന്തായാലും അവർ കോളേജ് വിളിച്ച് കൺഫേം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് നിങ്ങൾ വരുമ്പോൾ പ്രിൻ്റ് എടുത്ത് മാക്സിമം ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ വയ്ക്കാൻ നോക്കുക. പിന്നെ ചെയ്യേണ്ട അടുത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് സിം എടുക്കൽ. നമുക്കിവിടെ മാൾട്ടയിൽ കറൻ്റ്ലി ഉള്ള കാരിയറുകൾ എന്ന് പറഞ്ഞാൽ എപ്പിക്ക്, മെലീറ്റ, ഗോ, ഇത് 3 അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എപ്പിക്ക് തന്നെ എടുക്കുക. എപ്പിക്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനുള്ളൂ. അതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മാസം 20 യൂറോ 22 യൂറോ ചാർജിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് കോളും SMS കിട്ടുന്നുണ്ട്. ആ പ്ലാൻ വേറൊരു കാരിയറും ഇവിടെ നിലവിൽ പ്രൊവൈഡ് ചെയ്യണുള്ള. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വരിക, വൺസ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഇമിഗ്രേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ തന്നെ നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് എപ്പിക്കിൻ്റെ ഷോറൂം കാണാം. അവിടുന്ന് പോയി സിം എടുക്കുക. അത് സ്റ്റുഡൻറ്റ് ഓഫറിൽ തന്നെ എടുക്കണം, സ്റ്റുഡൻറ്റ് പ്ലാൻ തന്നെ എടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ കോൺട്രാക്റ്റ് വയ്ക്കുകയും ചെയ്യരുത്. അവരെന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ ആളായതുകൊണ്ട് അവർ മാക്സിമം കൊടുക്കണ കണക്ഷൻസൊക്കെ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് വെച്ചിട്ടാണ് കൊടുക്കുക 2 വർഷത്തെ. അപ്പോൾ അങ്ങനെ എടുത്ത എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ 2 വർഷത്തേക്ക് നമുക്ക് വേറൊരു സിമ്മിലേക്ക് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം കോൺട്രാക്റ്റ് ഇല്ലാതെ 2 വർഷത്തെ എപ്പിക്കിൻ്റെ കണക്ഷൻ തന്നെ എടുക്കാൻ നോക്കുക. അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാസം ഒരു 22 യൂറോയിലൊക്കെ ബില്ല് തീരും. ഇല്ലാതെ വന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 35 യൂറോ 40 യൂറോയ്ക്കൊക്കെ ആ സെയിം പ്ലാനിൻ്റെ റേറ്റ് മാറും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബോൾട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ബോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിലെ ഊബർ പോലെ, ഇവിടെ ഊബർ ഇല്ല എന്നല്ല, ബോൾട്ടാണ് ലൈക്ക് നിങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ട് റൈഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ആരും പിക്ക് ചെയ്യാനില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരും ഇല്ല, വിളിക്കാൻ ആരും വരാനില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വൺസ് അറിയാൻ കഴിഞ്ഞ് സിം ഒന്ന് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോൾട്ട് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് നിങ്ങളുടെ അക്കോമഡേഷൻ അങ്ങടേക്ക് ലൈക്ക് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതെന്ന് പറയുമ്പോൾ ലൈക്ക് 10 യൂറോ 12 യൂറോയ്ക്കൊക്കെ മാക്സിമം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. പക്ഷേ സപ്പോസ് നിങ്ങൾ എയർപോർട്ട് ടാക്സിയാണ് വിളിക്കണമെങ്കിൽ അതിൽ 25 യൂറോ 30 യൂറോ ലൈക്ക് മിനിമം നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അത് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ മാക്സിമം ബോൾട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ എയർപോർട്ട് ടു എവിടെയാണ് അക്കോമഡേഷൻ അങ്ങടേക്ക് ട്രാവൽ ചെയ്യുക. അതവരെ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പോഴും അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ റെവലൂട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. വന്നു കഴിയുമ്പോൾ റെവലൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെ ഇവിടുത്തെ ട്രാൻസാക്ഷൻ ആപ്പാണ് റെവലൂട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ ആണെങ്കിലും റെവലൂട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതിൽ ഒരുപാട് ചാർജൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയക്കാനും അതുപോലെ ലൈക്ക് ഇവിടെ നിന്നിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാനൊക്കെ റെവലൂട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊരു മെയിനായിട്ട് നോക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ
ബസ് കാർഡ് കിട്ടാനായിട്ട് 1 വീക്ക് അപ്ലൈ ചെയ്താൽ 1 വീക്ക് 2 വീക്ക് എന്തായാലും എടുക്കുന്നത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും വിസയൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. അതുകൊണ്ട് ബസ് കാർഡിന് എന്തായാലും നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് വരിക. വിസ ആയിക്കഴിഞ്ഞാൽ വിസയുടെ സ്കാൻ ചെയ്തൊരു കോപ്പിയും അതുപോലെ നമ്മുടെ കോളേജിൽ നിന്നുള്ള ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് മാൾട്ടയുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം ബസ് കാർഡിന് ഇവിടുത്തെ. അപ്പോൾ ഇൻ കേസ് അങ്ങനെ അപ്ലൈ ചെയ്യാണ്ട് വരുന്നവർക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തലിഞ്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഓഫീസ് ഉണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് 1 വീക്കിലേക്കുള്ള ഒരു ടെമ്പററി കാർഡ് എടുക്കാം നമുക്ക്. അതെന്ന് പറഞ്ഞാൽ ഡെയിലി നമുക്ക് അൺലിമിറ്റഡ് ട്രിപ്പും ഉണ്ടാവും. അതുപോലെ അതിന് 12 ദിവസത്തേക്കേ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അത് എനിക്ക് തോന്നുന്നു 12 യൂറോ 13 യൂറോ എന്താണ് അതിൻ്റെ ചാർജ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്ര എന്താണ് ചാർജ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾക്ക് ബസ് കാർഡ് ഇവിടെ പെർമനൻ്റ് ആയിട്ട് കിട്ടണ വരെ തൽക്കാലം അത് ഉപയോഗിക്കാം. അത് വലിയ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ തവണ ബസ്സിൽ കയറുമ്പോഴും 2.5 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ 2.5 യൂറോ എന്തോ കൊടുത്ത് ചാർജ് ചെയ്ത് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതിന് പകരം നിങ്ങൾ ആ 12 യൂറോ കൊടുക്കുകയാണെങ്കിൽ ആ കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വീക്ക് 2 വീക്ക് എനിക്കൊന്ന് തോന്നുന്നു അത് നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. അപ്പോൾ ബൈ.